വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ. അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്ര നേരം മൂക്കൊണ്ട് വർത്താനം പറഞ്ഞിട്ട് ഇപ്പൊ മൂക്കിന് തുള്ളിമരുന്നൊക്കെ ഒഴിച്ചിട്ടാണ് ഇപ്പൊ വീഡിയോ എടുക്കാതിരിക്കുന്നത്. തീരെ വയ്യച്ച തീരെ 2 ദിവസമായിട്ടാണ് തുടങ്ങിയിട്ട്. ആ മുഖം വന്ന് വീർത്തിട്ടുണ്ട്. മരുന്നുകൾ കഴിച്ചിട്ട് രാത്രി കഴിക്കുന്ന ഗുളിയൊക്കെ ഉച്ചയ്ക്ക് രാവിലെ എടുത്ത് കഴിച്ചു. അല്ലാണ്ട് രക്ഷയില്ല. തീരെ തൊണ്ടവേദന, കഫക്കെട്ട്, ഉള്ളുകൊടച്ചില്, എല്ലാം കുടച്ചിലും ഉണ്ട്. എനിക്ക് വരാന്ന് തോന്നുന്നുണ്ട്. എനിക്കും വരുന്ന തോന്നുന്നുണ്ട്. വരാണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് വന്ന പെട്ടെന്ന് മാറും. പെട്ടെന്ന് മാറില്ല, അതാണ് പ്രശ്നം. ഇപ്പൊ 2 ദിവസമായിട്ടാ എന്റെ പീസൊക്കെ പോയി. ഇപ്പൊ സമയം 7:36. ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ എത്തണം. അപ്പോഴേക്കും ഞാൻ ഇന്നൊരു ക്വസ്റ്റ്യൻ ആൻസറിന്റെ ഇടാന്ന് വെച്ചുട്ടാ. അപ്പൊ എന്തായാലും ആദ്യത്തെ വാട്ട് ഹാപ്പൻ വിത്ത് യു ആൻഡ് പൊന്നു. എനിക്ക് ഇംഗ്ലീഷൊന്നും വല്ലാണ്ട് വായിക്കാറില്ല, എന്നാലും പറയണ ചിലതൊക്കെ വായിക്കാം. പൊന്നിയായിട്ട് എന്താണ് അപ്പോൾ വിറ്റോന്നാണ് കേട്ടോ. അപ്പോൾ ഇല്ല, 10 സെൻറ്റ് സ്ഥലം ഞങ്ങളുടെ സ്ഥലം കുറച്ച് വീതി കുറവായിക്കാനും ചിലപ്പോൾ ഇതാവില്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ വേണം എന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും നല്ല വലിയ വീട് പണിയും അങ്ങനെയൊക്കെ ആഗ്രഹമാണ്. അപ്പോൾ 10 സെൻറ്റൊക്കെ ആണെങ്കിൽ നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റയിൽ എൻ്റെ കോൺടാക്ട് നമ്പർ എടുക്കുന്നുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അത് ഡീറ്റെയിലൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് ഇപ്പോൾ ലൈറ്റിൽ ഇപ്പോൾ റീൽ ഇടുന്നതിൻ്റെ അടിയിലൊക്കെ നമ്മുടെ വാട്സപ്പ് നമ്പർ പോകുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് മെസ്സേജ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. പിന്നെ അടുത്തതും വീണ്ടും പൊന്നുമായി പിന്നെയും പിണക്കത്തിലായോ? പിന്നെയും പിണക്കത്തിലല്ലോ, അതിന് മുന്നേ പിന്നെയും പിണക്കത്തിലായോ? നെഗറ്റീവായി ചോദിക്കുന്നതല്ല. ഓക്കെ, നിങ്ങളുടെ വീഡിയോസിൽ ഇപ്പോൾ കാണുന്നില്ല, അതുകൊണ്ട് ചോദിച്ചാൽ. അല്ലെങ്കിൽ പൊന്നിനെ ഞങ്ങളുടെ വീഡിയോസിൽ അങ്ങനെ കാണാറില്ലല്ലോ. ഞാൻ കൂടുതൽ ഡേമ ലൈഫൊക്കെ എടുക്കാറ്. അതങ്ങനെ പിന്നെ വീട്ടിൽ ഉച്ചയൂണും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കാറ്. ആ ഉച്ചയൂണിൻ്റെ ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് കാണില്ല. എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഷോപ്പിലാണ്. നിങ്ങളുടെ യാത്രയിൽ കണ്ടിരുന്നു. ഞങ്ങളിപ്പോൾ ഞാനും അനിയേട്ടനോ കുഞ്ഞും പൊന്നൊക്കെ ആദ്യം വരും. അത് അതിൻ്റെ കുടുക്കുമല്ലോ, കുടുക്കുമോ എങ്ങോട്ട് പോകണം. ഞങ്ങൾ ആസാരം ഇപ്പോൾ ദൃശ്യ സിനിമയുടെയൊക്കെ സിനിമയ്ക്കൊക്കെ പോയിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ആകെ ലാസ്റ്റ് ഇപ്പോൾ ദൃശ്യം കണ്ടാണ്. ഇപ്പം എങ്ങോട്ടും ഞങ്ങൾ യാത്ര പോകാറില്ല. കുടുക്കി വേഷം കെട്ടൊക്കെ കൊടുക്കേണ്ട പോകണുണ്ട്. നമ്മുടെ സാഹചര്യം അതല്ലാത്ത കാരണം നമ്മളിപ്പോൾ യാത്രകളും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഷോപ്പിൻ്റെ കാര്യത്തിൽ വന്നിരിക്കണ്ട, യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. എന്നെ ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് മൂന്നാർ പോവാന്ന് ചോദിച്ചു. ഞാൻ നമുക്ക് പറ്റണ സാഹചര്യമല്ല. അല്ല, പോവാൻ പറ്റണേ പോട്ടാ. ശരി, അതായത് ലൈഫ് ലോങ് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. അപ്പം അവൻ വന്ന് ചോദിച്ചു പോവാണോ ചോദിച്ചപ്പോൾ നമുക്ക് ഓക്കെ. എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് ലൈഫിലൊന്നും അങ്ങനെ ഫ്രണ്ട്സുകളുടെ കൂടെ പോയി കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളെപ്പോഴും നമ്മുടെ മക്കൾ എന്നിട്ടുള്ള ലൈഫ് കാരണം. അപ്പം ഇനി ചിലപ്പോൾ അങ്ങനെയൊക്കെ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമുക്കൊന്ന് പോവാലോ. നമുക്ക് അവർ വന്നിട്ട് നമുക്ക് മൂന്നാർ പോയാലോ ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് വെള്ളിയാഴ്ച സ്കൂളൊക്കെ വിട്ടിട്ടൊന്ന് പോകണമെങ്കിൽ പോയിട്ട് വരാം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അവർ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം പറഞ്ഞു, ഒന്ന് ശരി പോവാം, എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് പറയാൻ അവർ ക്യൂൻ തന്നെ ഇടുന്നത്. അതായത് ഇത് ഞാൻ വായിച്ചാണ്. അവർ ഇതിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ക്യൂനെ ഇട്ടത്. ഒരിക്കലല്ല, കള്ളത്തര പറഞ്ഞു. ഞാൻ ഒരിക്കലല്ല, എനിക്കിന്ന് വയ്യാതാരം വേറെ വ്ളോഗൊന്നും എടുത്തില്ല. അപ്പം എന്ന് ചോദിച്ചാൽ കുറേ ദിവസം ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടിട്ട് നമ്മുടെ സാരീനെ പറ്റി പറയാൻ ചോദിച്ചവരൊക്കെ എൻ്റെ ഷോപ്പിൻ്റെ സ്ഥലം എവിടെയാണെന്ന് അറിയണോ കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇട്ടതാണ്. അല്ലാണ്ട് ഒരിക്കലും ഇപ്പോൾ പൊന്നിനെ പറ്റി പൊന്നിനോട് പറയാൻ പറ്റാത്ത നേരിട്ട് പറയാൻ പറ്റാത്ത കാരണം ഫോണിലൂടെ പറയണത് വീഡിയോയോട് ഒരിക്കലും എനിക്ക് എൻ്റെ മക്കളോട് പറയാൻ ഒരു പേടിയില്ല. എന്താ വെച്ചാൽ ഞാൻ ചോദിച്ച എന്നോട് പറഞ്ഞ അമ്മ അങ്ങനെയല്ല അമ്മ ഇങ്ങനെയല്ല എന്ന് ചോദിക്കാനുള്ള തെറ്റുകാരല്ല ഞാൻ. മനസ്സിലാക്കി. എൻ്റെ മക്കളോട് സംസാരിക്കുമ്പോഴും എൻ്റെ ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്ത് തെറ്റ് തിരുത്തേണ്ട ഒരു കാര്യം വരെ ഉണ്ടായിട്ടില്ല. പിന്നെ എന്താ അച്ഛനമ്മ തെറ്റായ രീതിയിൽ നടക്കുമ്പോഴാണ് മക്കൾ ചോദ്യം ചെയ്തിട്ട് തെറ്റായ പിന്നെ അച്ഛനമ്മ തെറ്റുകളോട് നടക്കുമ്പോഴാണ് മക്കൾക്ക് ചോദ്യം ചെയ്യാനുള്ള ഇത് അവരെ ചോദ്യം ചെയ്യാനുള്ള അധികാരം. ഞങ്ങൾ ആ വകുപ്പിൽ പെട്ട അച്ഛനും അമ്മയല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് മക്കളോട് പറയുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും കുഞ്ഞിനോടോ പൊന്നിനോടോ പറയണമെങ്കിൽ എനിക്ക് മുഖത്തടിച്ച് പറയാം. ഞാൻ ഷെബിയോടായാലും അച്ഛനോടായാലും അവർ വേറൊരു വീട്ടിൽ നിന്ന് വന്ന് കയറും. അവരോട് ഞാൻ ഇതായിട്ട് എൻ്റെ മക്കൾ ഞാൻ പ്രസവിച്ച മക്കൾ ഇനിയിപ്പോൾ എന്നെ വേണ്ടാതെ വെച്ച് പോയാലും ഞാൻ പ്രസവിച്ച മക്കളെ ഇനി അവർ ഏത് ലോകത്തെത്തിയാലും അവരുടെ അച്ഛൻ അമ്മ എന്ന് പറഞ്ഞ 2 വ്യക്തിയോട് ഞങ്ങൾ തന്നെയാണ്. അത് ഇനി എന്തൊക്കെ ഉണ്ടെങ്കിലും. അപ്പോൾ ആ അച്ഛനമ്മ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് അവരോട് പറയണമെങ്കിൽ നമുക്ക് എണ്ണസംഖ്യ ചുരുക്കാനോ മാറ്റി നിർത്താനോ ഒന്നും പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ പോകും. അപ്പോൾ ഞങ്ങൾക്ക് മുഖത്തോക്കി പറയാനുള്ള കാര്യം ഞങ്ങൾ മുഖത്തോക്കി തന്നെ പറയാറുണ്ട്. എനിക്ക് വീഡിയോ കൂടെ വേണമെന്നില്ല, അത് നിങ്ങളുടെ തെറ്റായ ധാരണ കേട്ടോ. അപ്പോൾ പോട്ടെ, ഞാൻ
അമ്മ സാരി ഷോപ്പ് വാടകയ്ക്കാണോ അമ്മയെന്ന്? തീർച്ചയായും ഷോപ്പ് നമ്മുടെ സ്വന്തമൊന്നുമല്ല, വാടകയ്ക്കുള്ള ഷോപ്പ് തന്നെയാണ്. അമ്മ സാരി ബിസിനസ് തുടങ്ങാൻ വേണ്ടി മൊത്തം എത്ര പൈസയായി അമ്മ സാരിയും ചുരിദാറൊക്കെ എടുക്കുന്നത് എവിടെയെന്നാണ് അമ്മ? പല സ്ഥലത്തുനിന്നും ചുരിദാറും മെറ്റീരിയൽ സാധനമൊക്കെ എടുക്കുന്നത്. പൈസ എത്ര ആയെന്ന് വെച്ചാൽ ലക്ഷങ്ങളായിട്ടുണ്ട്. ആ ലക്ഷങ്ങളൊന്നും ഞങ്ങളുടെ അല്ല. നമ്മൾ അവിടെ നിന്ന് ഇവിടേക്ക് മേടിച്ച് ഇവിടെ നിന്ന് അവിടേക്ക് മേടിച്ചിട്ട് തന്നെയാണ് നമ്മൾ എല്ലാ സ്ഥലത്തും അപ്പോൾ എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. ഓക്കെ. പിന്നെ ജീവിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണെന്ന് അറിയാം. അതിനിടെ എല്ലാവരുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയില്ലെന്നും വരില്ല. കുറ്റപ്പെടുത്തുകൾ ഉണ്ടാകാം. അതൊക്കെ താൽക്കാലികം ആണ്. മാനസികമായി തളർന്നു പോകരുത്. ഇനിയും ഒരുപാട് ദൂരം എത്തേണ്ടതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. അടിപൊളി ക്വസ്റ്റ്യൻ. അടിപൊളി വെച്ചാൽ നമ്മളെ തൊട്ടറിയണ ഒരു ആളൊരു ക്വസ്റ്റ്യനായിട്ടേക്ക് ഇത് സത്യം. ജീവിക്കാനുള്ള ഓട്ടപ്പാച്ചിൽ തന്നെയാണ്. ഞാനായാലും അന്വേഷണമായാലും കുണിക്കുന്ന 2 വ്യക്തികൾക്ക് വേണ്ടി മാത്രം, ബാക്കി ആർക്കും വേണ്ടിയിട്ടില്ല കേട്ടോ. തീർത്തും പറഞ്ഞല്ലോ, അവരൊക്കെ ഓരോ ഭർത്താക്കന്മാരുടെ കയ്യിലാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരോട് അവർ പോയവരാണ്. അവരവരുടെ കൈകളിലാണ്. അപ്പം എന്തെങ്കിലും എന്നോട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും, ഇല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ ഇപ്പോഴത്തെ ഞങ്ങളുടെ ഓട്ടപ്പാച്ചിൽ കുണിക്ക് വേണ്ടി മാത്രമാണ്. അവരുടെ ലൈഫ് അവര് കണ്ടെത്തിയതാണ്. അപ്പോൾ അവരുടെ ലൈഫിൽ അവർ ഹാപ്പിയാണ്, എൻജോയ് ചെയ്ത് നടക്കട്ടെ. അപ്പോൾ നമ്മളെ കുണിക്ക് വേണ്ടി ഓടി നടക്കേണ്ടത്. അപ്പം ഞാൻ തളർന്ന് പോവും ചില സമയങ്ങൾ. എന്നാൽ അത് കഴിഞ്ഞ് ഞാൻ ഉയർത്തിയായിരിക്കും. എനിക്കറിയാം ഞങ്ങൾ രണ്ടാളും തളർന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കൾക്ക് ആരും ഉണ്ടാവില്ല എന്ന ഒരൊറ്റ സത്യം ഭൂലോകത്ത് എനിക്ക് ഭയങ്കരമായിട്ട് അറിയണ ഒരു സത്യം. കുണിക്കുന്ന 2 വ്യക്തികൾക്ക് ഞങ്ങളെ വേണോ വേണ്ട അത് ഞങ്ങൾക്കറിയില്ല. പക്ഷേ അവരുടെ ലൈഫിൽ ഞങ്ങൾ രണ്ടാളും ഇമ്പോർട്ടൻ്റ് ആണ്. അവർ സ്വന്തം കാലം നിൽക്കാറായി. അവർക്ക് വേണ്ട എന്ന് പറയുന്ന കാര്യങ്ങൾ, മറ്റുള്ള ബന്ധങ്ങൾ ഉണ്ടാവുന്ന കാലം വരെ ഞങ്ങൾ രണ്ടാളും അവർക്ക് വേണം. അതുവരെ ഞങ്ങൾക്ക് ജീവിക്കണം. അതുവരെ അവർക്ക് വേണ്ടി ഞങ്ങൾ ഓടിപ്പാഞ്ഞ് അവർക്ക് വേണ്ടി ആയുസ് മാത്രം കിട്ടുള്ളൂ കേട്ടോ. സമാധാനം സന്തോഷമൊന്നും അപ്പോഴും കിട്ടില്ല. അവരെ ചിലപ്പോൾ നമുക്ക് ചെറിയ മക്കളാണെങ്കിൽ പോലും അവരെ വായന ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വേദനിക്കും. എന്താ വെച്ചാൽ ഇങ്ങനെ വയസ്സുകളായിട്ടുണ്ടെങ്കിൽ ഒരു മക്കൾ പെട്ടെന്നൊക്കെ ഞങ്ങൾ അങ്ങനെ വളർത്തിയ മക്കളാകുമ്പോൾ പെട്ടെന്ന് അത്രേ ഉള്ളൂ. എന്നാലും ഞങ്ങൾ വേണം അവർക്ക് എന്ന് നല്ല ബോധ്യം എനിക്കും ഉണ്ട്, അന്വേഷണമുണ്ട്. അപ്പോൾ ചിലപ്പോ എന്റെ അമ്മ പോലും പറഞ്ഞിട്ടുണ്ടാവില്ല എന്നോട് അങ്ങനത്തെ ഡയലോഗൊക്കെ കുളിക്ക് പറയണേ. എന്തോന്നെടുത്തോ പറഞ്ഞിട്ട് എന്തിനാ ചോദിച്ചപ്പോ പറഞ്ഞത് അങ്ങനെ ചെയ്താ മതി. വിഷമം വരുമ്പോ ചിലപ്പോ ചെറുക്കും. ചില കാര്യമൊക്കെ കുഞ്ഞുമക്കളെല്ലാം സാരില്ല അറിയും. യൂട്യൂബ് വരുമാനം എത്ര ഉണ്ട് അത് നമുക്ക് വ്യക്തമായിട്ടൊരു കണക്കൊക്കെ പറയാൻ പറ്റും. നിങ്ങൾ കാണുന്നതിനനുസരിച്ചിരിക്കും ഞങ്ങളുടെ യൂട്യൂബ് വരുമാനം. ഞാൻ ഇന്നും ആഗ്രഹിക്കാണ്ടിട്ട് എൻ്റെ വീഡിയോ എല്ലാ വീഡിയോയിലും 25,000-30,000 പേര് കണ്ടാൽ മതി. എല്ലാവരുടെ വീഡിയോ അത്ര മതി. ഞാൻ 100K ഒന്നും ഞാൻ ആഗ്രഹിക്കാറില്ല. അങ്ങനെ ഇങ്ങനെ കാണണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. ഞാൻ പറയും ഇപ്പം ഈ സാരി വിൽക്കണതിൻ്റെ 1 രൂപ ഞങ്ങൾക്കായിട്ട് എടുക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് കൊണ്ടാണ് നമുക്ക് ഇന്നൊരു 10 രൂപ നമുക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റില്ല. നമുക്ക് സ്വന്തമായിട്ട് ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ എനിക്ക് കഷ്ടപ്പെടണം, ഇതൊരു നിലയ്ക്ക് എത്തിക്കണം. കുറേ കാലമായിട്ട് നമ്മള് അധ്വാനിക്കുക. വീണ്ടും പൊന്നുമായിട്ട് എന്താണ് പ്രശ്നം? ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നവും ഇല്ല. ഞങ്ങൾ ഫോൺ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. നിങ്ങൾ ഓക്കെ ആണോ? ഹാപ്പി ആയിരിക്കുന്നു? ഞങ്ങൾ ഓക്കെ അല്ല, ഞങ്ങൾ ഹാപ്പിയും അല്ല. 2 സത്യം. ഒറ്റ വാക്കിൽ ഒറ്റത്തിൽ ഞങ്ങൾ ഓക്കെ അല്ല, ഞങ്ങൾ ഹാപ്പി അല്ല. ഈ ചിരിച്ചിരിക്കണതൊക്കെ നമ്മളതിനെ ഒരു മുഖംമൂടി അത്രേ ഉള്ളൂ. എന്താ വെച്ചാൽ ഒരുപാട് ടെൻഷൻ്റെ ഒരുക്കത്തിൻ്റെ ഇടയിലാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ദാരിദ്ര്യമൊന്നല്ല. ആരോടും പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ കൊണ്ടുവരണ്ട ഇല്ലല്ലോ. ഞാൻ പക്ഷെ എൻ്റെ ഒരു സന്തോഷം ഹാപ്പി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമല്ലോ. അതും അത്രേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ മതി. അസുഖങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൂടുതൽ ഹാപ്പി അല്ലാത്തത്. അതാണ് അമ്മ കൊടുത്തുവിടുന്ന ഫുഡ് ഐറ്റംസ് മക്കൾ മുഴുവൻ കഴിക്കാറുണ്ടോ? ഇവിടെ മക്കൾ പകുതിയും തിരിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് ചോദിച്ചാണ്. ചില മക്കൾ രാവിലെ ഒന്നും കഴിക്കില്ല. അപ്പൊ സ്നാക്സ് കുറച്ച് കട്ടിയിൽ ഞാൻ കൊടുത്തേക്കും. അപ്പൊ അത് കഴിക്കും. പിന്നെ അവര് കുറച്ച് ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലാണ് ചില മക്കൾ. ചെറിയ കയ്യിലുണ്ടാണ് ചോറ് ഇങ്ങനെ പരത്തിയിടണം, അത്രയൊക്കെ ഉള്ളൂ. ചിലപ്പോൾ ഫ്രണ്ട്സുകള് ഇപ്പൊ എന്തെങ്കിലും സ്നാക്സ് ഞാനൊക്കെ ഇപ്പൊ ഫ്രണ്ട്സുകൾ ഷെയർ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ്, അല്ലാണ്ട് കൂടുതലൊന്നുമില്ല. കഞ്ഞിയാണ് ഹാപ്പി. ബർഗറാണെങ്കിൽ കുണുക്കിന് ഹാപ്പി. ഇതന്നെ
ഇവിടെ ഒന്ന് സംസാരിച്ചോട്ടെ എന്നൊരു ശബ്ദം കിട്ടില്ല മനുഷ്യ അതെല്ലേ അമ്മേനെ മനസ്സിലാക്കണോടെ കാണുമ്പോൾ നമ്മൾ കണ്ണ് നിറഞ്ഞു. ഇന്ന് ചുരുക്കം പറഞ്ഞാൽ അവർക്ക് സാരിയുടെ ആവശ്യമില്ല. ഒരു ഭാര്യ ഭർത്താവും നമ്മുടെ ഷോപ്പിലേക്ക് വന്നു. അവർ കുവൈറ്റിലെ എവിടെ അല്ല കുവൈറ്റാണ് ഖത്തറിലാണ്. അങ്ങനെ ഏതൊരു സ്ഥലത്തേക്ക് സ്ഥലം ഓർമ്മയില്ല. രണ്ടാളെയും കണ്ട സത്യം ആദ്യം പറയട്ടെ പുതുമോടികളാണ് നയിക്കലോ. കല്യാണം കഴിഞ്ഞ് ഇപ്പം അവർ ഇറങ്ങണ തന്നെയാണ് ഫ്രണ്ട്സ് വന്നിരുന്നു. അപ്പോൾ അവർ വിശ്വസിക്കില്ല. അവരുടെ 2 മക്കളാണ് ആ സെറ്റിൽമെൻറ്റ് എടുത്ത ആളുടെ മക്കളാണ് അവർ വിശ്വസിക്കുന്നില്ല. അത്രയും രണ്ടാളും ഭാര്യ ഭർത്താവ് നല്ല ക്യൂട്ടായിട്ട്. എനിക്ക് തോന്നുന്നു അവർ കല്യാണം കഴിഞ്ഞ് പുതുമകൾ ഗുരുവായൂരം തൊഴുത് പോകണമെങ്കിൽ കയറാം. അങ്ങനെ എൻ്റെ ഒരു മൈൻഡ് വിട്ട് കാണാൻ ലുക്ക് നല്ല സെറ്റിൽമെൻറ്റൊക്കെ നല്ല ഭംഗിയുള്ള ഒരാൾ കേട്ടോ. അവരെ മക്കളും അതെ മക്കള് ഏമ്മണ്ട മക്കളാ. ഇങ്ങനെ നോക്കണം മോനെയൊക്കെ നല്ല പക്ഷെ കണ്ടാ തോന്നില്ല നല്ല ക്യൂട്ടായിട്ടിരിക്കണം. അപ്പം എനിക്ക് അവരോട് അധികം സംസാരിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ അവർ പുറം നാട്ടിൽ നിന്ന് വന്നവരാണ്. അവർക്ക് തിരിച്ച് നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോകേണ്ടവരാണ് ലീവ്. അപ്പോൾ അവർക്ക് നമ്മളൊരു പനിയും കാര്യങ്ങളും കൊടുത്ത് അല്ലെങ്കിൽ നമ്മളൊരു ജലദോഷം അങ്ങോട്ട് പകർത്തി കൊടുത്ത് അവർക്ക് ഈ വന്ന ദിവസങ്ങളിൽ അവർക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാനും ഒരുപാട് അമ്പലങ്ങൾ പോകാനൊക്കെ ആഗ്രഹിച്ചു വരുന്നവരാണ്. ആ കാരണം ഞാൻ ഒരു കയ്യകരം ബാക്കിൽ നിന്നത് അങ്ങനെയാണ്. സത്യം പറഞ്ഞെങ്കിൽ എൻ്റെ കൈ പിടിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഹഗ് ചെയ്യണമെങ്കിൽ ഞാൻ വേറെ ഒന്നുകൊണ്ടല്ല എനിക്ക് ജലദോഷം പറഞ്ഞപ്പോൾ ആ കുഴപ്പമില്ല. എനിക്ക് സന്തോഷമായിട്ട് അതുകൊണ്ടാണ് അവർക്ക് എന്ത് നല്ല ആൾക്കാർ പറഞ്ഞ് ഞങ്ങളെ കാണാം. അവർക്ക് സാരിയുടെ ആവശ്യമില്ല. നമുക്ക് അറിയാം അവരെ എത്രയോ സാരി ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെ തേടി വന്നപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമായിരിക്കും. ഒരുപാട് നെല്ലുവായാണ് അവര് വീട് കേട്ടോ. അപ്പം അത് ഭയങ്കര ചില സമയം നമ്മളെ മനസ്സിലാക്കി നമ്മളെ ചേർത്ത് പിടിക്കാൻ വെച്ചാൽ കാശ് കൊണ്ടോ പതികൊണ്ടോ ഒന്നും ചേർത്ത് ആ ഒരു കൈ തരുമ്പോണ്ടല്ലോ ചിലപ്പോൾ ആ കൈ തരുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒരു പക്ഷേ ചിലപ്പോൾ അവരൊരു ചേച്ചിയും ചേട്ടനിട്ട് ഒരു ഷോപ്പ് നല്ല നിലയ്ക്ക് പോട്ടെ എന്ന് കരുതിയിട്ടുള്ള ആ കൈപ്പിടുത്തമായിരിക്കാം. എനിക്ക് അവരധികം സാരി സെലക്ട് ചെയ്യുക ബുദ്ധിമുട്ടൊന്നുമില്ല. അവർ 2 കണ്ട് അവരാണ് എടുത്തു. എന്താ വെച്ചാൽ സാരി എടുക്കാൻ വേണ്ടി വന്നവരെല്ലാം നമുക്കവരറിയാം. അവർ നമ്മളോടുള്ള അത് ഭയങ്കര നമ്മൾ ചില സമയങ്ങളിൽ നമ്മുടെ രക്തബന്ധത്തിനേക്കാൾ ഉപരി അപ്പുറത്ത് നിൽക്കുന്ന സ്നേഹബന്ധങ്ങളുണ്ട് കേട്ടോ. ഇല്ല നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ അപ്പോൾ നല്ല ആൾക്കാർ അവർക്ക് നല്ലത് വരട്ടെ. നല്ല മോൻ നല്ല മോള് അല്ലേ നല്ല അമ്മമ്മ വേറൊരു അമ്മമ്മ അവരമ്മോട് അധികം സംസാരിക്കാൻ പറ്റില്ല. അതാണ് അമ്മയെ പറ്റി ഒന്നും പറയുന്നത്. അതിൻ്റെ ഇടയിൽ അപ്പോഴേക്കും എൻ്റെ കൂട്ടുകാരനും ഭാര്യ വന്നു. അതുണ്ടായത്. ഷോപ്പ് എവിടെയാണ്? ഷോപ്പ് വരുന്നത് ബസ്സിൽ വരുന്നവർക്കായാലും വണ്ടിയിൽ വരുന്ന കറക്റ്റ് പറഞ്ഞു നമ്മുടെ കുന്നോളം ബസ് ഏറക്കത്താണ് കുന്നോളം ബസ് സ്റ്റാൻഡ് ഉള്ളത്. ഏറക്കത്ത് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡിൽ പുറത്തിറങ്ങി വീണ്ടും താഴോട്ടല്ലേ അങ്ങോട്ട് തന്നെ മുന്നോട്ട് പോകണം. കയറ്റം കയറുന്നത് ഇറക്കത്തേക്ക് തന്നെ. ഇറക്കത്ത് 10 അടി നടക്കുന്ന 4 കൂടി വഴി കാണും. അതിന് ലെഫ്റ്റിലേക്ക് 2 സൈഡ് പാടായിട്ടുള്ള പോലെ ലെഫ്റ്റിലേക്ക് ഒരു വഴിയാണ്. അത് പാടത്തിൻ്റെ ഇവിടെ നിന്ന് കയറുമ്പോഴേക്കും 10 മിനിറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടേക്ക് നടക്കാൻ 10 മിനിറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഷോപ്പിലേക്ക്. അവിടെ നടന്നു വരുമ്പോഴാണ് ഗ്ലോറിയ ചെരുപ്പാടാണ്, ഗോൾഡൻ ചെരുപ്പാടാണ്. ഗോൾഡൻ ചെരുപ്പാടയുടെ ഓപ്പോസിറ്റ് ഗ്ലോറിയ ചെരുപ്പാട. അതിൻ്റെ മുകളിലത്താണ് ആ ബിൽഡിങ്ങിൽ തന്നെ കേട്ടോ. ചേച്ചിയുടെ സ്വന്തം വീട്. ചേച്ചിക്ക് വീടും കൂടൊന്നും ഇല്ല. ചേച്ചി ഇപ്പം അനാഥയാണ്. ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഒരു വീടുണ്ടായിരുന്നു, അവിടെ അച്ഛൻ ഉണ്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്നു, 4 പെൺകുട്ടികളുണ്ടായിരുന്നു, നല്ലൊരു ലൈഫ് ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. എല്ലാം ഞാൻ തട്ടിയെടുത്തു. നല്ല ലൈഫ്. ചേട്ടൻ നിങ്ങൾക്ക് നന്മകൾ നേരുന്നു. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളാണ് നിങ്ങൾ. ആയുസ്സും ആരോഗ്യവും നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ. കുണിക്കുമ്പോഴേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ അന്വേഷിച്ച് പറഞ്ഞു. ഇവിടെ കുണിക്കുമ്പോൾ കേൾക്കണ്ട കേട്ടാ. ആ കുഞ്ഞിത്തിനാണ്, പാവാണ് അവൻ. ഒത്തിരി സന്തോഷം. ഞാൻ ഇതുപോലെ നമ്മളെ തൊട്ടറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട് നമുക്ക്. അത് മതി ലോകത്ത്. അതായത് നമ്മളോട് പറഞ്ഞ ആ കുടുംബത്തിന് ദീർഘായുസ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതാണ് പൊന്നുമായി തുണി ബിസിനസിന്റെ പേരിലാണ് പിണക്കം. ബിസിനസ് നല്ല രീതിയിൽ വിജയത്തിൽ എത്തട്ടെ. തുണി കാണിക്കുമ്പോൾ പൈസ കൂടി പറയണം. പൈസ നമുക്ക് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ നമ്മൾ പലരും ഇതേപോലെ ഒരുപാട് ബിസിനസ്സുകാരുടെ ഇടയിലാണ് നമ്മൾ ഈ ഒരു ബിസിനസ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ഇടാത്തത് കേട്ടോ. നമ്മൾ ഇട്ടൊരു വില അപ്പം അപ്പുറത്ത് ഇതും കുറച്ച് അവരിട്ടു. അപ്പം നമ്മളും അവരൊക്കെ കുറച്ച് നമ്മൾ അവരെ കണ്ട് കുറച്ചു.
നമുക്ക് നമ്മുടെ ഒരു നമ്മളൊരാളുടെ ലാഭം എടുത്തിട്ട് നമ്മൾ ഒരാളുടെ വീഡിയോസത്തെ ഒരാളുടെ ഡ്രസ്സിന്റെ വില നോക്കാറില്ല. ഒരു ആളുടെ ഷോ നടത്തുന്ന വില നോക്കിയിട്ട് റേറ്റ് കുറയ്ക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടേത് റേറ്റ് ഉണ്ട്, അതിന് ഞങ്ങൾ ഇടുന്നത്. അതുപോലെ തന്നെ മുന്നോട്ട് പോകണം തന്നെയാണ് ആഗ്രഹം. പിന്നെ എന്താ പറഞ്ഞത്, പൊന്നായിട്ട് തുണി ചീപ്പ് ഞാൻ പറയില്ല. എന്തിനു പൊന്നായിട്ട് തുണി? ഇതിനും ഞാൻ പറഞ്ഞേ, കാശും പതിവൊക്കെ പോയി വരും, പക്ഷെ ബന്ധം അതാണ് ഏറ്റവും വലുത്. ഞാൻ അതിൽ ചിന്തിക്കില്ല. എനിക്ക് വേണ്ട. അല്ലാണ്ട് എൻ്റെ മോളായിട്ട് ഇന്നലെ തുണി ബിസിനസ്സിലേക്ക് അവൾ പറഞ്ഞ അത് മൊത്തം അവളായാലും അത് അമ്മയ്ക്കാണ് അമ്മ എടുത്തു എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അതിലൊന്നും വിഷയമായിരുന്നില്ല. അതുകൊണ്ടൊന്നും ഞങ്ങൾ യാതൊരു പിണക്കൂല്ല. ഇല്ലാത്ത കാര്യം പറഞ്ഞത്. ഇപ്പം ഈ ഷോപ്പ് പൊന്നുവിൻ്റെ ആണോ ഇല്ല, ഇതിപ്പോൾ നമ്മൾ മാത്രമായിട്ട് ഇട്ടതാണ്. അവർക്ക് ജീവിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഞങ്ങൾക്ക് ജീവിക്കാൻ മറ്റുള്ള മാർഗങ്ങളില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു തൊഴിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇട്ട് അവർക്ക് പൊന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഞാൻ ഇപ്പോൾ ഒന്നുമില്ലാണ്ട് അതിനോട് ഇരിക്കണം. അപ്പം ഞങ്ങൾക്കായിട്ട് ഞങ്ങൾ ചെറിയ സ്ഥാപനം യൂട്യൂബ് ചാനലൊന്നും വലിയ കാര്യമായിട്ട് വരുമാനമൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ജീവിക്കാൻ വേണ്ടി ചേച്ചിയെ ഒരുപാട് ഇഷ്ടമാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തൊക്കെ ചെയ്തിട്ടും ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് തോന്നാറുണ്ടോ? നിങ്ങളുടെ വീഡിയോസ് കാണുന്ന ആളാണ് ഞാൻ. എപ്പോഴും ചിന്തിക്കും, എന്തൊക്കെയോ ചെയ്താലും നിങ്ങൾക്ക് നെഗറ്റീവ് മാത്രം കേൾക്കും. പ്രശ്നങ്ങൾ പൊന്നും നിങ്ങൾ തമ്മിലുണ്ട്. ബട്ട് അമ്മ പറയില്ല, പെട്ടെന്ന് തന്നെ പറഞ്ഞ് സോൾവ് ആക്കൂ എന്ന് മാത്രമേ. സോൾവ് ആക്കാൻ മാത്രം ഒന്നുമില്ല. ഞാൻ എന്നും പൊന്നിനെ വിളിക്കുന്നു. എനിക്ക് എന്നും കാർത്തൂനെ കാണണം. എന്തൊക്കെ ലോകം തിരിഞ്ഞ് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കൊച്ചുമോളെ കാണും. മോളേക്കാൾ ഉപരി എനിക്ക് എൻ്റെ കൊച്ചുമോളെ കാണണം. അവളെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, പൊന്നിനോട് സംസാരിക്കാറുണ്ട്. ദൈവം സഹായിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവൾക്ക് ഒരു വിഷമം വന്നാൽ ഞാൻ അവിടെ പോയില്ല. പക്ഷേ അതെനിക്ക് തെറ്റായിട്ട് ഇപ്പോഴും ഞാൻ പറ്റില്ല. അവൾ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞു എന്നാണ് ഇപ്പോൾ എല്ലാവരുടെയും പ്രശ്നം. അത് നമ്മൾ ആ വീഡിയോ എടുക്കണ 2 സെക്കൻഡ് മുന്നേ ഞാൻ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ പൊന്നിൻ്റെ വന്നത്. ഞാൻ നേരിട്ട് എന്താ അങ്ങനെ ഇട്ടേന്ന്. അപ്പം ഞാനൊരിക്കലും പറഞ്ഞ വർത്താനം ഞാനൊരു വീഡിയോ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് അമ്മാന്ന് പറഞ്ഞിട്ടാണ് അവൾ പോയത്. അപ്പം ആ വീഡിയോയിലാണ് അങ്ങനെ അത് അവൾ അങ്ങനെ പറഞ്ഞല്ലാന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ചോദിച്ചാൽ എന്താ പിന്നെ അങ്ങനെ പറഞ്ഞു ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞല്ല എന്നാണ് പറഞ്ഞത്. എനിക്കൊന്നും അറിയില്ല. ഞാനൊരിക്കലും ഞാൻ മറ്റേ പൊന്നിനെ കാണാൻ പോകണ്ട, പൊന്നിനെ വേണം, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാനും പറഞ്ഞില്ലേ, പൊന്നുമായിട്ട് റെസ്റ്റ് ചെയ്ത് കിടക്കുന്ന താഴത്ത് പോയി കാർത്തിന് കൊണ്ടുവരലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞില്ല. പക്ഷെ എൻ്റെ മനസ്സിന് എനിക്ക് യാതൊരു പിണക്കുമില്ല. എൻ്റെ മക്കൾ തന്നെയാണ് അവരെന്നും. ഇപ്പോഴും നമ്മൾ പോകേണ്ട കാര്യത്തിന് പോകുന്നുണ്ട്. പിന്നെ മക്കളുടെ കാര്യത്തിന് ടച്ച് അല്ലടി പറഞ്ഞ ഡയലോഗ്, അതായത് ഒരു പറഞ്ഞ ക്വസ്റ്റ്യൻ, ചേച്ചി എന്തൊക്കെ ചെയ്തിട്ടും ചേച്ചിനെ മനസ്സിലാകും. തീർച്ചയായിട്ടും നമ്മൾ എത്ര സ്നേഹിച്ചു അടുത്തും നമ്മൾ നോക്കി നമ്മുടെ ആണ് എന്ന് പറഞ്ഞാലും അവർ മനസ്സ് ഒരിക്കലും നമ്മുടേക്ക് എത്തി. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല കാര്യം നമ്മൾ ചെയ്യുക. പക്ഷെ നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നത് നമ്മൾ ഒരു ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഒരാളെ നമ്മളെ അടുത്ത് സ്നേഹിച്ചിട്ട് ആ ആൾ നമ്മളൊരു സത്യം നമ്മൾ പറഞ്ഞ ഇൻസ്റ്റയിൽ ഒരു വീഡിയോയ്ക്ക് പോലും ലൈക്ക് ചെയ്യില്ല. എന്നാൽ അപ്പുറത്ത് നെഗറ്റീവുകൾക്ക് പോയിട്ട് ലൈക്ക് ചെയ്യുക, അതൊക്കെ കാണുമ്പോൾ നമുക്ക് ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേഗം സാറില്ല പോട്ടെ, ഇതൊക്കെ ഇതിൻ്റെ അപ്പുറം നമ്മൾ. പക്ഷെ ഞാൻ എന്നൊരു വ്യക്തി എനിക്കെല്ലാവരും വേണമെന്ന് ചിന്തിക്കുന്ന ആളാണ്. പക്ഷെ ചില സാഹചര്യങ്ങൾ നല്ല ബന്ധങ്ങൾ കൊണ്ടുനടക്കണം ആഗ്രഹിക്കുന്നു. അല്ലാണ്ട് എല്ലാം നമുക്ക് അങ്ങനെ ആഗ്രഹം. ഓർണമെന്റ്സ് ചേച്ചി വീഡിയോസ് ഇഷ്ടമാണ്. ഷോപ്പിലെ ഓർണമെന്റ്സ് ഒക്കെ വീട്ടിലിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഒരു ദിവസം ഒന്ന് കാണണമെന്നുണ്ട്. കറക്റ്റ് സ്ഥലം പറയുമ്പോൾ എനിക്ക് ആ വാട്സാപ്പ് നമ്പർ ഒന്ന് മെസ്സേജ് ചെയ്യാൻ ഞാൻ ലൊക്കേഷൻ അയച്ചിട്ടില്ല. അതായിരിക്കും എളുപ്പം. ഓക്കെ. ചേച്ചിയുടെ ഇപ്പോഴത്തെ വെയിറ്റ്, ചേച്ചിയുടെ അനുവേണ്ടി നക്ഷത്രം പറയാം. വെയിറ്റ് എത്ര നോക്കിയിട്ട് കാലം കുറേ വെയിറ്റിനെ പറ്റി ഞങ്ങൾക്ക് വലിയ പെടുത്തില്ല. 85 കിലോ ഞാൻ ഉണ്ടാവും. ഞാൻ 10-75-26 കിലോ ഉണ്ടാവും. പിന്നെ നക്ഷത്രം പൂരം പറഞ്ഞ പുരുഷൻ, ചോദിക്കാരി പെണ്ണ. നാളൊക്കെ സൂപ്പറാ അല്ലേ? തലവര മാത്രം എവിടെയോ വളഞ്ഞു തിരിഞ്ഞു. ഒരു കൊടൈക്കനാൽ ഊട്ടി റൂട്ടൊക്കെയാണ് മാത്രം വളഞ്ഞു തിരിഞ്ഞിട്ടൊക്കെ പോകുന്നത്. അനിയേട്ടന്റെ ഭാര്യയെ പറ്റി എന്താണ് അഭിപ്രായം? സംഗീത നല്ലൊരു ഭാര്യ ആണോ?
അയ്യടാ അത് കുടുംബവഴക്കുണ്ടാക്കണ കേസാ. എന്നിട്ട് കുടുംബം സത്യം പറഞ്ഞ ഇതോടൊന്നും ഞാൻ ഈ നിമിഷം സമയം 8 മണി ആവാനാ പോണ്. എനിക്ക് എന്റെ ലൈഫിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഭാര്യയാണ് ഈ നിമിഷം വരെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതേമാതിരി തുടരുന്ന ഞാനും എന്റെ ഭാര്യ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫ് ഇനി എവിടെയാണ് എവിടെ ചെന്ന് അവസാനിക്കുന്ന അയ്യാലും എവിടെ വന്ന അവസാനിക്കണം ഒരുമിച്ചായിരിക്കുന്നു. അത് അങ്ങനെ ഒരു ആഗ്രഹം. ഇനിയിപ്പോ അതിനിപ്പോ വേറെ അതായത് നമ്മുടെ ഭാഗത്തുനിന്നായിട്ട് ഒന്നും തെറ്റായിട്ട് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ നല്ലൊരു ഭാര്യ ഭർത്താവായിട്ടാണ് ഈ നിമിഷം വരെ. ആരെങ്കിലും പറഞ്ഞ് അതിന് തിരുപ്പുണ്ടാക്കിയിട്ട് ഊറ്റും നടപടി ആവില്ല. അതിന് യാതൊരു സംശയമില്ല. നല്ല ഭാര്യയാണോ? തീർച്ചയായിട്ടും. അതാ ഞാൻ പറയണേ, എനിക്ക് കിട്ടാവുന്ന വെച്ചിങ്ങനെ എൻ്റെ ലൈഫില് ഏറ്റവും വലിയ ലോട്ടറിയാണ് ഉണ്ണി എൻ്റെ ലൈഫിൽ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ഓടബമ്പർ അടിച്ചോണ്ട് എൻ്റെ ലൈഫ് ഇങ്ങനെ ആവില്ല. എനിക്ക് അത്ര പറയാനുള്ളത്. ഇനിയിപ്പോ അല്ല, നമ്മൾ എത്ര കാശും പദവി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. മനസ്സിലാക്കാൻ ഒരു ഭാര്യ ഇല്ലെങ്കിൽ എന്തുണ്ടായിട്ട് എന്താ കാര്യം? ഭാര്യയുടെ വഴിക്ക് ഭർത്താവിന്റെ വഴിക്ക് 28 ഈ നവംബർ വന്ന് 28ാമത്തെ വെഡിങ് ആനിവേഴ്സറി അല്ലേ. ഈ ലൈഫില് 28 വർഷമായിട്ട് ഞങ്ങൾ രണ്ടാളും പരസ്പരം ഒരു തെറ്റടിക്കും പോയിട്ടില്ല. 100% ഉറപ്പ് തരാം. ഒരു സംസാരത്തില് പോലും, ഒരു ഫോൺ കോളില് പോലും. നിങ്ങൾക്ക് ഈ കടയിൽ സ്റ്റാഫിനെ വെക്കണമെന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട്, നിങ്ങളുടെ ലൈഫിലേക്ക് അതൊരു വേറെ സ്റ്റാഫ് വേണമെന്ന് നിർബന്ധമില്ല. എന്നാലും ചില സാഹചര്യങ്ങളിൽ വേണമെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ചിന്തിക്കും ഞങ്ങളുടെ ഈ സ്വകാര്യത, ഞങ്ങളുടെ ഒരു റൂം, ഞങ്ങൾക്ക് അതിന്റെ നേരം പോക്കിന് വേറെ ആരുടെ ആവശ്യമില്ലല്ലേ. അല്ല, അങ്ങനല്ല, സ്റ്റാഫ് നേരം പോക്കിന് തന്നെയല്ല പണിയെടുക്കാനാണ്. അതുകൊണ്ടല്ല ഞങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ ചിലപ്പോൾ ഇത്ര നേരം ഒറ്റയ്ക്ക് രണ്ടോ മാത്രമായിട്ട് എങ്ങനെ നമ്മുടെ മക്കളല്ലാണ്ട് വേറൊരാളും മക്കളെ മരുമക്കളായാലും കുഴപ്പമില്ല. അതിന്റെ അപ്പുറം ഒരു നമ്മുടെ ലൈഫിലേക്ക് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ, അതിന്റെ അപ്പുറം നമുക്ക് അതൊരു ചെറിയ ബുദ്ധിമുട്ടാണ്. എന്നാ നിങ്ങൾ സ്റ്റാഫിനെ നോക്കിയായിരുന്നു. ഇത് പല ആൾക്കാരും പറഞ്ഞു വിട്ടിട്ടുണ്ട്. അങ്ങനെയല്ല, ബന്ധുക്കളെന്നല്ല ഞാൻ പറയണത്. ഞാനിപ്പോ ഒരാള് അതാണ്. ബന്ധുക്കൾ വരുന്നതിന് നമുക്ക് നല്ല ഭാര്യയാണ്. അല്ല, ബന്ധുക്കൾ പറഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്. അത് ഇനിയും അല്ല വാക്കിൽ എന്തേലും പഴിച്ചിട്ടെങ്കിലല്ലോ ബന്ധുക്കൾ വരണം. നമ്മുടെ ഭാര്യ നല്ലതാണ്. മതി. അതാ ഞാൻ പറയണ, 15 വയസ്സിൽ എന്റെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി ഒരു പാവ തന്നെയായിരുന്നു. അപ്പൊ ആ പാവേനൊക്കെ ഞാൻ ഇങ്ങനെയല്ല എന്നെ ആക്കിയെന്ന് പറയേണ്ടി വരില്ല. അല്ല, അത് ലൈഫിലെ സത്യമാണ്. എന്നെ എല്ലാം എന്നോട് കല്യാണം അയച്ചു എന്നോട് ഒരിക്കലും പബ്ലിക്കിൽ ഈ ഇൻസ്റ്റയിലോ യൂട്യൂബിലോ അതിനോട് ഇങ്ങനെ ലുക്കിലാവില്ല. അന്നേരുടെ ഒപ്പം പഠിച്ച പലവരെ ഇങ്ങനെ കാണിച്ചു തരുമ്പോ ഞാൻ ഇതിന്റെ പഠിച്ച അന്നേരുടെ ഒപ്പം പഠിച്ചാലാ അതിനോട് ഇപ്പോഴും നല്ല ലുക്കിലാണ് നടക്കുക. അതൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ ലുക്കുകൾ മാറ്റി ഫുൾ കൈ ഷർട്ട്. ആദ്യം കല്യാണം കഴിഞ്ഞ പുതിയതിലേ അതുപോലെ എങ്ങോട്ടും മുമ്പ് ഓട്ടോറിക്ഷ വിളിക്കും. അപ്പൊ ഓട്ടോറിക്ഷ നിൽക്കുമ്പോ അതിനായിട്ട് ഫാമിലിയുടെ ഷാജിയ ഓ എന്താ ഒരു മേക്കപ്പ് ചെയ്യാത്ത ചെക്കനെന്ന് ഇപ്പൊ കല്യാണം വലിയ അവരുടെ കമ്പനി നിർത്തണ്ട വെച്ചിട്ട് തേക്കിടുന്നുണ്ട്. പിന്നെ എനിക്ക് ഫുൾ ക്യാഷ് ഉണ്ടായിരുന്നില്ല. ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ ആഴ്ചയിലുണ്ടാവുന്നു. അന്ന് തൃശ്ശൂർ ബ്രൈഡ് എന്നൊരു ഷോപ്പ് എടുത്തോളൂ. അവിടെ പോയി ഷർട്ടിന് തൊഴിൽ എനിക്ക് ഹാഫ് കൈ ഷർട്ടാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഹാഫ് കൈ. അവിടെ ഇപ്പോഴും ഉണ്ട് കേട്ടോ, ചിലതൊക്കെ ഉണ്ട്. അതൊക്കെ ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമല്ല. എന്നാലും ഈ കയ്യിന്റെ പോലത്തെ മുടികളൊക്കെ നരച്ചപ്പോ എനിക്ക് കയ്യൊക്കെ നിറക്കിയിടുന്ന ആഗ്രഹമൊക്കെ ഉണ്ട്. ചെറുപ്പമായിട്ട് നടക്കണം എന്നൊക്കെ ഉണ്ട്. സമ്മതിക്കില്ല. ഉണ്ണിക്ക് അതിഷ്ടം. ആൻറ്റിയുടെ കുക്കിംഗ് വീഡിയോസൊക്കെ അടിപൊളിയാണ്. എപ്പോഴും പറയാറില്ലേ എൻ്റെ അമ്മ ഇങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന്. ആൻറ്റിയും അമ്മ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു. കുട്ടിക്കാലത്ത് അമ്മ ഉണ്ടാക്കിയതിനുള്ള സ്പെഷ്യൽ വിഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? 15-ാം വയസ്സിൽ കല്യാണം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് പോയപ്പോൾ അവിടുത്തെ പാചകം എല്ലാം ആൻറ്റിയാണോ ചെയ്തിരുന്നത്? കല്യാണത്തിന് മുമ്പ് അമ്മ പാചകം ചെയ്യുന്നത് നോക്കി പഠിച്ചിട്ടുണ്ടോ? എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത രുചികളാണ് എൻ്റെ അമ്മയുടെ ഫുഡുകൾ. ഒരിക്കലും ഞാൻ പറയാം, ചത്ത പോലും എൻ്റെ നാവിൻ്റെ തുമ്പത്തുനിന്ന് മാറാത്ത രുചിയാണ് എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഫുഡുകളുടെ രുചി.
അന്ന് ബിരിയാണി അങ്ങനെ ഒന്നുമില്ല. പക്ഷെ എൻ്റെ എന്തുണ്ടാക്കിയാലും ദൈവമേ അങ്ങനെ ഒരു ഫുഡ് ഞാൻ എൻ്റെ ലൈഫിൽ ഈ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഈ ഫുഡൊന്നും ആ ഉണ്ട കൈ ഉണ്ടാകുമ്പോൾ ആ ഉണ്ട കൈ വെച്ചിങ്ങനെ തിരുമ്പി ഉണ്ടാക്കണം. എന്തൊരു ടേസ്റ്റുള്ള ഫുഡപ്പോ. ഭയങ്കര തൃപ്തിയായിട്ടല്ലേ എല്ലാ കാര്യങ്ങളും എല്ലാം അങ്ങനത്തെ നല്ല നീറ്റായിട്ട് ഫുഡ് ഉണ്ടാക്കും. നല്ല വൃത്തി എൻ്റെ അമ്മയുടെ ഫുഡ്. ആ നീറ്റ്നെസ്സിലുള്ള ഉണ്ടാക്കലാണ് ഫുഡ്. അതൊന്നും ഒക്കെ നല്ല ക്ലീൻ. ഒരു കറിവേപ്പിലില്ലെങ്കിൽ അന്നത്തെ ദിവസം കറി ഉണ്ടാക്കില്ല. എൻ്റെ അമ്മ അങ്ങനെ ഒന്നല്ല. എൻ്റെ അമ്മക്ക് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാ ഞാൻ എൻ്റെ അമ്മയുടെ ജീവിത രീതിയും എൻ്റെ അമ്മ ചമ്മന്തി ആയിഷു തീർച്ചയായിട്ടും അതും ഒരിക്കലും മറക്കില്ല. ആ ഒരു ചീനമുളകും മിളകും പൊടിയും പുള്ളിയും ചോന്നലൊക്കെ കൂടി കല്ലുപ്പൊക്കെ ഇട്ടിങ്ങനെ ഞെരടി പച്ച ആ പച്ച തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എൻ്റെ അമ്മ ഉണ്ടാക്കിയത് സ്പെഷ്യലി എനിക്ക് ഏറ്റവും ഇഷ്ടം നല്ല കോർക്കുപ്പേരി. നല്ല കോർക്കുപ്പേരി, നല്ല അയിലക്കറി, നല്ല അമ്മ ഉണ്ടാക്കിയ നാരങ്ങച്ചാറ്, ആ മീൻകറിയുടെ ചാറ്. ഞാൻ അങ്ങനെ മീൻകറിയുടെ ചാറും കോർക്കുപ്പേരി ആ നാരങ്ങച്ചാറും കൂടി കുഴയ്ക്കും. ആ ചോദ്യം ചോദിച്ച ആളോട് ഒരുപാട് നന്ദി. എൻ്റെ കുട്ടിക്കാലഘട്ടത്തിലേക്ക് അമ്മ ഉണ്ടാകും. പക്ഷെ എന്നാലും രണ്ടും ഭാഗ്യമായിട്ടുണ്ട്. എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഫുഡുകളൊക്കെ നല്ല തക്കാളിയും നല്ല വഴുതനങ്ങക്കറിയും നല്ല തക്കാളിച്ചും എന്തുണ്ടാക്കിയാലും ടേസ്റ്റാണ്. ചുമ്മാ പറയില്ല. എന്റെ അമ്മ അത് രണ്ട് തല എത്തിക്കാൻ വേണ്ടി നെട്ടോട്ടാവും പറഞ്ഞ മാതിരി. എന്താ വെച്ചാൽ നിങ്ങളെ എണ്ണസംഖ്യ കുറെ ഉണ്ട്. എന്റെ അമ്മേനൊക്കെ സമ്മതിക്കണം, അത് ഞാൻ ഉറപ്പ് പറയാൻ. 10 രൂപയുടെ മത്തി മേടിച്ചിട്ടുണ്ടെങ്കിൽ 10 ആൾക്ക് വിളമ്പി തീർക്കണം. 10 രൂപയുടെ മത്തി, അതെ അതിനപ്പുറം ഉണ്ട്. അതാണ് തലയും വാലും ഒന്നും കളയാൻ പറ്റില്ല. അങ്ങനെയാണ് എന്റെ അമ്മയുടെ ഒരു ഓരോ ലൈഫ് അങ്ങനെ. ഇപ്പം എൻ്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യൻ്റെ ഓർമ്മിച്ച കുറേ വർഷങ്ങളൊക്കെ ഞാൻ വീട്ടിൽ പഠിക്കാനും കാര്യങ്ങളും അമ്മയ്ക്ക് ഫുഡ് ഉണ്ടാകുന്ന പരിപാടി ഉണ്ടാകുന്നു. ഇടയിലൊക്കെ പഠിക്കാനുണ്ടല്ലോ, ഇടയിലൊക്കെ പണിക്കാരുണ്ട്. അങ്ങനെ കുട്ടിക്കാലത്ത് കുറച്ച് പണിക്കാരൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഓർമ്മ കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. അങ്ങനത്തെ ലൈഫിൽ നിന്ന് ജീവിച്ചു വന്ന ഒരാളാണ്. എൻ്റെ വീട്ടില് പണിക്കാർ 10, 25, 30 പണിക്കാരുണ്ട് ഒരു വീട്ടില്. അവർക്ക് വെച്ചുണ്ടാക്കി കൊടുത്തില്ല. പിന്നെ എന്താ അമ്മ ഞാൻ വരുമ്പോൾ ഒരിക്കലും എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡുകൾ നിന്ന് കണ്ട് ഉണ്ടാക്കണത് പഠിച്ചിട്ടില്ല. പക്ഷേ അമ്മയുടെ കൈയാളായിട്ട് ഞാൻ നിൽക്കും. ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അമ്മയുടെ കറികൾക്കുള്ള അരപ്പ് ഞാൻ ഉണ്ടാക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഈ അരപ്പിൻ്റെ സീക്രട്ട് മൊത്തം എനിക്കറിയാം. ഞാനല്ലേ ഈ അമ്മീമ അരയ്ക്കണമാണ്, ഞാൻ നന്നായി അരയ്ക്കും. ഇപ്പം കുട്ടിയെ പറ്റില്ല. അമ്മീമ പണ്ട് നന്നായി, മൂത്ത ചേച്ചി ഞാൻ നന്നായി അരയ്ക്കും. രണ്ടാമത്തെ ചേച്ചിക്ക് അമ്മീമ അരയ്ക്കാൻ അത്ര വയം പോരാ. വയം കൂടുതൽ എനിക്ക് മൂത്ത ആൾക്കായിരുന്നു. ചേച്ചി അരയ്ക്കുമ്പോൾ ഇങ്ങനെ ഉരുട്ടി അരയ്ക്കുക. രണ്ടാമത്തെ ആൾ താഴത്തെ ആൾക്കാരെ അരയ്ക്കേണ്ട അവസ്ഥ ഒന്നും സത്യം ഞാൻ വെറുതെ പറഞ്ഞ ചമ്മന്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ദോശക്കുണ്ടാണ് കട്ട ചമ്മന്തി ഒക്കെ ഉണ്ടല്ലോ. അപ്പം അതിന്റെ വീട്ടിലും ആ അയിലമണ്ടയുടെ കറിയും അയില വറുത്തതും നാരങ്ങാച്ചാറും കൂടെ. അങ്ങനെ ചില ദിവസം രാത്രി അച്ഛൻ ഷാപ്പ് അടച്ച് വരുമ്പോൾ അയില ഉണ്ട്. അപ്പം അന്നത്തെ രാത്രി ഗോതമ്പ് കഞ്ഞിയും നല്ല കൂർക്കുപ്പേരി ചമ്മന്തി അയില. എൻ്റെ പൊന്നു, ഞാൻ ചുമ്മാ പറയില്ല. സൂപ്പറാണ്. അമ്മയുടെ കൈമിക്കുള്ളൊരു നമ്മുടെ നഷ്ടങ്ങളാണ്. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അറിയില്ല, ആ കൈപ്പുണ്യം അറിയില്ല. അതാണ്. അപ്പൊ ചിലപ്പോ അമ്മയും വീടും ഒന്നും വേണ്ട നമുക്ക് തോന്നും. പക്ഷെ ഇതൊന്നും ഇല്ലാണ്ടാകുമ്പോ ഇപ്പത്തെ തലമുറയ്ക്ക് അറിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഫീലിംഗ് ഇപ്പോഴും. പക്ഷെ ഞാൻ പറയാം, എന്തൊക്കെ പ്രശ്നം നടക്കുന്നതിലും നമ്മൾ ഓരോ കാലഘട്ടത്തിൽ കഴിയുന്തോറും നമുക്ക് നമ്മുടെ അമ്മ അച്ഛൻ കൂടപ്പുറപ്പോൾ അതിനോടൊരു അറ്റാച്ച്മെന്റ് വരും കേട്ടോ. ഇപ്പം എനിക്ക് എൻ്റെ 4 കൂടപ്പുറപ്പുകൾ അതും കൈ നഷ്ടങ്ങൾ വന്നതിന് ശേഷം നമ്മളതൊക്കെ ചിന്തിക്കുക. പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ വീട്ടിലേക്ക് വരുമ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ അറിഞ്ഞിട്ടല്ല, ഇവിടെ വന്ന് ഇവിടുത്തെ രീതികൾ ഇവിടെ എടുത്തിമാർ ചെയ്യുന്നതും അമ്മ ചെയ്യുന്നതൊക്കെ നോക്കി ഇങ്ങനെ ചോദിക്കും. അതായത് ഞാൻ വീട്ടിൽ 3-4 പെണ്ണുങ്ങൾ തന്നെ ഉണ്ട് വടക്കലിൽ. അപ്പോൾ ഓരോരുത്തർ ഒഴിവായി കഴിഞ്ഞാൽ ഓരോരുത്തർ കയറും. അപ്പോൾ ഒപ്പത്തിന് നിൽക്കണം, അവരൊപ്പത്തിൻ്റെ പണിയെടുത്തേ നിൽക്കണം. അപ്പോൾ അവരൊക്കെ ഒഴിവായി അല്ലെങ്കിൽ അവരവരുടെ വീട്ടിൽ പോകുമ്പോൾ ഒറ്റയ്ക്ക് വന്ന് പെട്ടണം. ആ ഒറ്റയ്ക്ക് പെട്ടുന്ന സമയത്ത് അമ്മോട് ചോദിക്കും, അമ്മ എത്ര എടുക്കണം, എങ്ങനെ ചെയ്യണം, എന്താണെന്ന് എത്ര എടുക്കണം അളവുകൾ ചോദിക്കണോ. ബാക്കി കൂട്ടും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അളവ് വെച്ച് അരി എത്ര ഇടണം, പരിപ്പ് എത്ര, അങ്ങനെയുള്ള അത് വളരെ കുറച്ച്. പിന്നൊക്കെ ഞാൻ സ്വയം ഒറ്റയ്ക്ക് ചെയ്തു തുടങ്ങി. അങ്ങനെയാണ് കാര്യങ്ങൾ. തോൽപ്പിക്കാൻ പറ്റില്ല മക്കളെ. നമ്മൾ തോറ്റു കൊടുക്കണമെന്ന് വിചാരിച്ചാലല്ലോ തോൽക്കണം. നമ്മൾ എന്നോട് പറ്റണ എല്ലാ പണികളും ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നോട് പറ്റണത് കേട്ടോ. പറ്റാത്ത 2-3 കാര്യങ്ങൾ ചെയ്തു. അതൊന്നും എനിക്ക് പരാജയം ചെയ്ത് കേട്ടിട്ടുണ്ട്. അതെന്തായിരുന്നു? കല്യാണം കഴിഞ്ഞ് പുതിയതിലേ
ഞാൻ എൻ്റെ വീട്ടിൽ പശുവിൻ്റെ ചാണകം തൊടുക്കാറുണ്ട്. എനിക്ക് അറപ്പ. അപ്പോൾ ഈ പശുവിൻ്റെ തൊഴുത്തിൽ അല്ലെങ്കിലേ അത് മാറ്റുമ്പോൾ അത് ഉണക്കാട്ടിട്ട് അത് അടുപ്പിൽ കത്തിക്കെടുക്കും എൻ്റെ വീട്ടിൽ. അതൊക്കെ അറിയില്ല. അപ്പം നമ്മൾ മെൻസസ് ആവില്ല. മെൻസസ് കഴിഞ്ഞാൽ അടുക്കള കയറില്ല. അപ്പം ഇങ്ങനെ പുറം പണി ചെയ്യണം. അപ്പോൾ പുറം പണിയുമ്പോൾ അമ്മ പറഞ്ഞു കേട്ടാൾ മാത്രം ജീവിച്ചിട്ട് പറഞ്ഞാളിപ്പോൾ പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു ആ വിറകൊന്ന് അടുക്കളയിലേക്ക് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. അടുക്കളയുടെ പുറത്തേക്ക് കയറി കൊണ്ടുവയ്ക്കാം, അടുക്കളയുടെ ഉള്ളിലേക്ക് അവർ കയറ്റിക്കും. ഞാൻ പോയിട്ട് പേപ്പർ കൊണ്ട് ഇങ്ങനെ പിടിച്ച് വിറക് അമ്മേനറിയാലോ. അല്ല അത് അവരോടൊന്ന് പറഞ്ഞിട്ട് ഇപ്പത്തെ മക്കളോട് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ അതേമാതിരിയാണ് അവരൊക്കെ അങ്ങനെ പണിയെടുത്തിട്ട് ഒരു അവരങ്ങനെ പണിയെടുത്തു. പക്ഷെ നമ്മൾക്ക് പറ്റണ്ടേ അതല്ലേ. അല്ല എന്റെ അച്ഛൻ മരിക്കണ വരും ചെരുപ്പ് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞത് ആർക്കും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ലേ. ഞാനൊരു 10-18 വയസ്സായപ്പോഴന്നെ ഞാൻ സ്ലിപ്പർ ഇട്ട് തുടങ്ങി, ചെരുപ്പ് ഇട്ട് തുടങ്ങി. 10-18 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. സ്കൂളിലേക്ക് പോണ കാലത്തൊന്നും അതെ അന്നത്തെ കാലഘട്ടം അങ്ങനെയായിരുന്നു. പറയാൻ പറ്റില്ല. ഒരു പണി കിട്ടിയത് പശുവിന്റെ ചാണം രാവിലെ പണിക്ക്, അല്ലെങ്കിൽ എന്നും ഡെയിലി പണിക്ക് രാവിലെ വരാത്ത ദിവസം എന്നോട് ചാണം വരാൻ പറഞ്ഞു തൊഴുത്തിന്. ചാണം കാണാത്ത ഞാൻ ചാണം തൊട അതെന്നിട്ട് പശുവിന്റെ വാലാണെങ്കിൽ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് മോത്തിക്കണം. അപ്പൊ കണ്ണുണ്ട് നമ്മുടെ പണിക്കാർ വീട്ടിലെ ചേച്ചിന്റെ മോക്കാണ് കണ്ണാ പിടിക്കണാലും കണ്ണ വാല് പിടിച്ച് കുഞ്ഞാൻ അങ്ങനെ 1-2 പണി. അങ്ങനെ ഇനി ബാക്കി ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് നാളെ വരാം. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നത്. ഞാൻ എത്രയൊക്കെ വിഷമമാണെങ്കിലും നിങ്ങൾ ചോദിച്ച കുറെ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞത്. നിങ്ങൾക്ക് അമ്മേനൊക്കെ ഓർക്കലും അമ്മ ഫുഡ് ഇത് വിളി എവിടേക്ക് പോണ് നിങ്ങളെങ്ങടെ പോണ്? അപ്പൊ ഗേറ്റ് അടച്ചിണ്ടായിരുന്നില്ല അല്ലേ? അപ്പൊ എനിക്കൊരു ജോലി കൂടി എനിക്ക് കൂടി അല്ലേ? ഓക്കെ, നിങ്ങളെവിടെ പോ? ഓക്കെ. അങ്ങനെ അപ്പൊ അവര് ഇട്ടേക്ക് ഞങ്ങൾക്ക് വീട്ടിൽ പോയി പണി കിട്ടിട്ട് ബാവായിട്ട് പോകാൻ നോക്കി. വെള്ളടിച്ച് കഴുകണം, മോട്ടർ അടിച്ച് കഴുകണം. ഒരു ദിവസം നമുക്ക് റെസ്റ്റ് ഉണ്ടാവും ജീവിതത്തില്. അല്ല എന്താ ശാപേറ്റ ജന്മം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതാണ് പറയണത്. തലയിൽ വരയ്ക്കേണ്ടത് എവിടെയെങ്കിലൊക്കെ വരച്ചിട്ടുണ്ടാവുന്ന തോന്നണം. കരയെച്ചാല് നമുക്ക് ഈ പറഞ്ഞ മാതിരി മാനസികമായിട്ടും വയ്യ, ശാരീരികമായിട്ടും വയ്യ, സാമ്പത്തികമായിട്ടും വയ്യ, എല്ലാം കൂടി ആകുമ്പോഴേ. അപ്പൊ അങ്ങനെ വണ്ടി പോയതിന്റെ വിഷമം ഇടയ്ക്ക് ഓർക്കുന്നുണ്ട്. അത് വേറെ കാര്യം. എല്ലാം തരണം ചെയ്ത് നമ്മളിവിടെ ലൈഫിൽ എത്തിപ്പെടും എന്നുള്ള നമ്മള് ഇപ്പൊ വലിയ ഇതിന്റെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊന്നല്ല നമ്മുടെ ലൈഫില് ബാറ്ററി വണ്ടി. അത് ഞാൻ പറയട്ടെ, എല്ലാവരും പറയട്ടെ വണ്ടി പോയി വിറ്റു, വണ്ടി വിറ്റു, വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, ഇനി എന്ത് വരണം? അത് ബാങ്കിന്റെ കാര്യങ്ങളും വണ്ടി മേടിക്കണം, വണ്ടി വല്ലതും മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ബാറ്ററി വണ്ടി എന്താ വെച്ചാൽ നമുക്ക് ഓട്ടം ഭയങ്കര ഓട്ടം. സ്വിഫ്റ്റ് 1000-1500 പെട്രോൾ അതിന് പറ്റില്ല. ഇത് ഒരു ഫുൾ ചാർജിൽ നമുക്ക് 300-350 കിലോമീറ്റർ വരെ പോവാന്നാണ് പറയുന്നത്. നമ്മള് കൊറേ വഴികളൊക്കെ ഇനി പറഞ്ഞ വഴി നമുക്ക് ഇനി ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ബിസിനസ് ഇതിന്റെ ഉള്ളിൽ എന്നിട്ട് നമ്മൾ ഇതാക്കിയുണ്ട്. നമ്മൾ ഇനി ഓരോ സാധനങ്ങളിൽ എത്തി നമ്മള് വെറൈറ്റി സാധനങ്ങൾ ഇറക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ കാശ് വേണം. കാശൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ വെറൈറ്റി ഇതൊക്കെ വിറ്റിട്ട് കാശ് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് വല്ല വെറൈറ്റി മോഡൽ സാധനങ്ങളൊക്കെ ഇറക്കാൻ. ഇത് വിറ്റിട്ട് ആദ്യം കടങ്ങൾ വിട്ടണം. കടം വിട്ടിയാണ് ഞാൻ അടുത്തത് വേണം, ഇത് കിട്ടിയിട്ട് വേണം പോവാൻ. അങ്ങനെയുള്ള ഓരോ വലിയ മോളിക്കുള്ള ആഗ്രഹമല്ല. നമ്മള് ഈ പറഞ്ഞ സോളാർ വെച്ചപ്പോ ഇങ്ങനെ ഒരു 2 ഓപ്ഷൻ എല്ലാവരും പറഞ്ഞു. സത്യമാണ്. കാറിന്റെ ഈ അടവും സ്വിഫ്റ്റിന്റെ അടവും സ്വിഫ്റ്റിന്റെ പെട്രോളും നമ്മളൊരു 30,000 രൂപയ്ക്ക് മാസം അടിക്കാറുണ്ട്. ഓരോ നമ്മുടെ ആവശ്യങ്ങൾക്ക് തന്നെ. അനാവശ്യമായിട്ട് നമ്മൾ പെങ്ങോട്ട് പോകാറില്ല. ആവശ്യങ്ങൾക്ക് നമ്മൾ അല്ലാണ്ട് പോകുമ്പോൾ നമ്മൾ തൃശ്ശൂർ അവിടെ ഇവിടെ ഒക്കെ ഷെബിയിൽ മുന്നിലൂടെയൊക്കെ പോകാറ്. നമ്മുടെ വണ്ടിയിലാണ് അധികം യാത്രയില്ല.
വണ്ടി യാത്ര ഉണ്ടെങ്കിൽ 5 വർഷം ആവാനും കൂടെ 50,000 കിലോമീറ്റർ പോയിട്ടുള്ളൂ. ആവണല്ലോ. പക്ഷെ നമ്മൾ പെട്രോൾ ഭയങ്കര ഇതാ. അപ്പൊ ഞങ്ങള് പറഞ്ഞു ഇതിന് 30,000 അതിനും ഒരു 13,000 അടവ് വേണം. അങ്ങനെ 40,000 രൂപ അടവും പെട്രോളും കൂടി നമുക്ക് വേണം മാസത്തിൽ. അപ്പൊ നമ്മൾ വിചാരിച്ചു ബാറ്ററി ആകുമ്പോൾ ഒന്ന് കുറഞ്ഞ് കിട്ടിയ വണ്ടി മേടിക്കണ പൊന്ന് പോലെ നോക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. തൃപ്രയാറ് പോപ്പുലറിലൊന്നുമില്ല കിടക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി ഇത് പറയുന്നുണ്ട്. വണ്ടി എടുക്കണ ഒരു ലക്കാണ്. ആ വണ്ടി നല്ല ഐശ്വര്യമുള്ള വണ്ടിയാണ്. ഇപ്പോഴും ഞാൻ പറയണ ആരെടുക്കാന്ന് എനിക്കറിയില്ല. കാശില്ലാത്ത തന്നെ ഞാൻ തിരിച്ചെടുത്തേനില്ല. ഒന്ന് ലോട്ടറി എടുത്തു കൂട്ടുണ്ട് ഒരാൾ. അതുകൊണ്ട് അട്ടിച്ചാൽ അപ്പ സ്വിഫ്റ്റ് പോയി എടുത്തുകൊണ്ട് അവിടെ വീണ്ടും മുറ്റത്ത് നമ്മുടെ എന്നിട്ട് എടുക്കാൻ ഓരോ സെൻറ്റിമെൻറ്റ്സാണ്. പോട്ടെ, ഇന്നത്തെ വാർത്ത ചുരുക്കുന്നു. ഇനി പോയിട്ട് ഇതൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ എൻ്റെ അത്യാവശ്യം നേരത്തെ പണിയുണ്ട്. അവളെ അത്യാവശ്യം പണിയുണ്ട്. അവിടുന്ന് പോകുമ്പോ കുണിക്കലും ചോറും പാത്രങ്ങള് സ്നാക്സ് പാത്രങ്ങള് അവരുടെ ഡ്രസ്സുകൾ യൂണിഫോം കഴുകി ഉണക്കിയിട്ട് വേണം നാളേക്ക് അവർക്ക് ഇടാനുള്ളതാക്കാൻ. അതൊക്കെ പണിയുടെ സമയം ഇപ്പോൾ 8:15. പോട്ടെ, ഉറങ്ങുമ്പോൾ 2 മണി ഇന്നാവുന്ന എനിക്ക് തോന്നുന്നു. രാവിലേക്കുള്ള എന്തെങ്കിലും ഫുഡ് സെറ്റ് ചെയ്തിട്ട് കിടക്കാട്ടോ. ബൈ.